Hi friends, ഇന്ന് നമ്മൾ ARMENA'S കിച്ചണിൽ ഒരു നല്ലൊരു അമേസിംഗ് ആയിട്ടുള്ള ഒരു ഡിഷ് നോക്കാൻ പോവാണ് ഇൻസ്റ്റന്റ് പിസ്സ. സോ അതെങ്ങനെ ചെയ്യുന്നത് നോക്കാം നമുക്ക്. സോ ഇൻസ്റ്റന്റ് നൂഡിൽസ് 2 ക്യൂബാണ് ഞങ്ങൾ ഇന്ന് യൂസ് ചെയ്തിട്ടുള്ളത്. ഇത് ഫ്രഷ് പീസ് ആണ്, പച്ചപ്പട്ടാണി ഫ്രഷ് ആണ് അത്. ഇത് പനീർ സ്വന്തം വീട്ടിൽ കുറച്ച് ചെയ്തെടുത്തിട്ടുണ്ട്. ഇവിടെ നമ്മൾ ടൊമാറ്റോ കെച്ചപ്പും ഉണ്ട്, പിസ്സ സോസും ഉണ്ട്, രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ സ്വീറ്റ് കോൺ ഞങ്ങൾ എടുത്തിട്ടുണ്ട്. പിന്നെ ഇവിടെ പിസ്സ ചീസ് യൂസ് ചെയ്യുന്നുണ്ട്, ഒറിഗാനോ, ഓണിയൻ, വെല്ലുള്ളി നന്നായിട്ട് 2 വെല്ലുള്ളി നല്ല നീളത്തിൽ മുറിച്ച് വെച്ചിട്ടുണ്ട്, തക്കാളി റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ പച്ചമുളകും 3 എണ്ണം റൗണ്ട് ആയിട്ട് കട്ട് ചെയ്ത് വെച്ചിട്ടുണ്ട്. പിന്നെ കോൺഫ്ലോർ പൗഡർ, അതിനും അതിൻ്റെ ഒപ്പം നമുക്ക് ആവശ്യത്തിനുള്ള വെള്ളവും. സോ നമുക്ക് ആദ്യമില്ല ഒരു പാത്രം എടുത്തിട്ട് നമുക്ക് അതിലേക്ക് ഇപ്പം നമ്മളുടെ ഇൻസ്റ്റൻറ്റ് നൂഡിൽസ് എത്രയാണോ ആ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിന് ബേസ് ആയിട്ട് എത്ര വാട്ടർ ഒഴിക്കണോ അത്ര വാട്ടർ ഒഴിച്ചിട്ട് അതിലേക്ക് ആ ഇൻസ്റ്റൻറ്റ് നൂഡിൽസിൻ്റെ മസാല ആഡ് ചെയ്ത് അത് ബോയിൽ ആകുമ്പോൾ ആഡ് ചെയ്തിട്ട് നന്നായിട്ട് അത് തിളച്ച് വരുമ്പോൾ നമുക്കതിലേക്ക് നൂഡിൽസ് ആഡ് ചെയ്യാം. ഞങ്ങളിന്ന് ഇവിടെ 2 നൂഡിൽസാണ് എടുത്തിട്ടുള്ളത്. നൂഡിൽസ് നന്നായിട്ട് ക്രഷ് ചെയ്തെടുക്കുക, നല്ല ചെറുതായിട്ട് ഇതിനെ പൊട്ടിച്ചെടുക്കുക. അത് പൊട്ടിച്ചെടുത്തിട്ട് നമുക്കതിലേക്ക് ആഡ് ചെയ്യാം. എന്നിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യാം. ആ വെള്ളം വറ്റണം. സോ അത് വറ്റുന്ന വരെ അത് അവിടെ ഉണ്ടാവട്ടെ. നമുക്ക് മറ്റൊരു സൈഡിൽ ഒരു ഗ്ലാസ്സിൽ 1.5 ടേബിൾ സ്പൂൺ കോൺഫ്ലോർ 3 ടേബിൾ സ്പൂൺ വെള്ളവും ചേർത്തിട്ട് അത് ലമ്പില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. സോ നന്നായിട്ട് അതൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ലമ്പില്ലാതെ മിക്സ് ചെയ്തെടുക്കണം. ബിക്കോസ് നേരിട്ട് ആഡ് ചെയ്യുമ്പോൾ കോൺഫ്ലോർ ആഡ് ചെയ്യുമ്പോൾ ഇതിനുള്ളിൽ ബോളായിട്ട് ലമ്പായിട്ട് നമുക്ക് ഇവിടെ കട്ടി പിടിക്കും. അതുകൊണ്ടാണ് നമ്മൾ ഒറ്റയ്ക്ക് സെപ്പറേറ്റ് ആയിട്ട് അത് വെള്ളത്തിൽ മിക്സ് ചെയ്തെടുക്കുന്നത്. അത് ചേർക്കുമ്പോൾ നമുക്ക് ആ നൂഡിൽസ് ഒക്കെ ഒന്ന് ബൈൻഡ് ആവും. ആ ബൈൻഡ് ചെയ്യാൻ വേണ്ടിയിട്ടാണ് നമ്മളിപ്പോൾ ഈ നൂഡിൽസിനെയാണ് പിസ്സേൻ്റെ ബേസ് ആക്കിയിട്ട് യൂസ് ചെയ്യാൻ പോകുന്നത്. സോ ആ ബേസിന് വേണ്ടിയാണ് നമ്മളതിന് റെഡി ആക്കുന്നത്. സോ നമ്മളുടെ സ്ലറി ഇപ്പോൾ ആ വെള്ളം ഓൾമോസ്റ്റ് വറ്റിയതിന് ശേഷം നമുക്ക് അതിൽ ആഡ് ചെയ്യാം. ഫുള്ളായിട്ട് വറ്റാൻ പാടില്ല. അത് ചേർത്തിട്ട് മിക്സ് ചെയ്തിട്ട് കുറച്ചും കൂടി അതങ്ങനെ പതുക്കെ അത് ഗട്ടി പിടിച്ച് തിക്കാവട്ടെ. അത് കട്ടി പിടിക്കണം. അപ്പോഴാണ് ആ നൂഡിൽസ് നമുക്കതിൻ്റെ ഒരു ബേസായിട്ട് യൂസ് ചെയ്യാൻ പറ്റും. സൂപ്പി ആവാൻ പാടില്ല. ഓൾമോസ്റ്റ് നമ്മൾ ആ സിമ്മാക്കുക. ഓൾമോസ്റ്റ് ആ വാട്ടറൊക്കെ പോയി കഴിഞ്ഞാൽ നമുക്കിതിനെ ഓഫ് ചെയ്യാം. ബിക്കോസ് നമ്മൾ ഈ സ്ലറി ആഡ് ചെയ്യുന്നതുകൊണ്ട് അത് പെട്ടെന്ന് ഓഫ് ചെയ്താൽ അതങ്ങനെ കെട്ടി പിടിക്കും. കണ്ടാൽ നിങ്ങൾക്കിപ്പോൾ ഒരുമാതിരി ഗ്ലൂ ആയിട്ടില്ലേ, ഇങ്ങനെ ഒരു കൺസിസ്റ്റൻസി വരുമ്പോൾ നമുക്ക് ഓഫ് ചെയ്യാം. ഓഫ് ചെയ്തിട്ട് നമുക്കിനി ഇതിനെ മാറ്റി വെച്ചിട്ട് ഒരു പ്ലേറ്റിൽ നമുക്ക് ഓയിൽ ഗ്രീസ് ചെയ്ത് വെക്കുക. ഇങ്ങനെ ഒരു ഓയിൽ തേച്ച് കൊടുക്കുക. പ്ലേറ്റ് ഫുൾ ഓയിൽ തേച്ച് കൊടുത്തിട്ട് നമുക്കിതിലേക്ക് നമ്മളുടെ നൂഡിൽസ് ആഡ് ചെയ്യാം. നൂഡിൽസ് ആഡ് ചെയ്തിട്ട് ആവശ്യത്തിനുള്ള നൂഡിൽസ് വെച്ചിട്ട് നന്നായിട്ട് കയ്യിലൊന്നൊന്ന് പ്രസ് ചെയ്ത് കൊടുത്ത് അതിനെ ആ പ്ലേറ്റ് ഫുള്ളായിട്ട് ഫില്ലായിട്ടും നല്ല ടൈറ്റായിട്ട് ഫില്ല് ചെയ്യുക. അല്ലെങ്കിൽ നേരിട്ട് നിങ്ങൾക്ക് ദോശൻ്റെ തവയിൽ തന്നെ ഇട്ടിട്ട് യൂസ് ചെയ്യുന്ന ആ ദോശ ഹാൻഡിൽ വെച്ചിട്ട് നമുക്ക് ഇങ്ങനെ പ്രസ് ചെയ്ത് കൊടുത്താലും മതി. നമ്മൾ തവയിലേക്ക് ഒരു 1 ടീസ്പൂൺ ഓയിൽ ചേർത്തിട്ട് അത് ഫുൾ തവയിൽ സ്പ്രെഡ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് നമ്മൾ ആ പ്ലേറ്റിൽ നൂഡിൽസ് പ്രസ് ചെയ്ത് വെച്ചിട്ടില്ലേ, അത് ഇങ്ങോട്ട് ചേർക്കാം. അതിനിപ്പോൾ ഇതിലിട്ടതിന് ശേഷം നമ്മളതെടുത്തു. ഇങ്ങനെയുണ്ട്. ഇതിനിപ്പോൾ നമ്മൾ അടച്ച് വെക്കുക. അടച്ച് ഒരു 4 നിമിഷം 4 minutes അതിനെ നന്നായിട്ടൊന്ന് കുക്ക് ചെയ്യാൻ വിടുക. അതിന് ശേഷം നമുക്ക് ഇതിലേക്ക് ആവശ്യമുള്ള സാധനങ്ങൾ ആഡ് ചെയ്യാം. ആദ്യം നമ്മളുടെ ആ സോസ് ഇല്ലേ, പിസ്സ സോസും ടൊമാറ്റോ സോസും ഒരു പ്ലേറ്റ് ഉണ്ടായിരുന്നു. അതും ഫുള്ള് മിക്സ് ആക്കിയിട്ട് അതൊരു മിക്സ്ചർ ആക്കിയിട്ട് ചേർത്ത് ഫുള്ള് അതിൽ സ്പ്രെഡ് ചെയ്യുക. എന്നിട്ട് നമ്മളിതിലേക്ക് ചീസ് ചേർത്തിട്ടുണ്ട്. ചീസ് ചേർത്തതിന് ശേഷം നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടുള്ള ടൊമാറ്റോസ് വെക്കുക. പിന്നെ ഓണിയൻസ് എടുക്കുക. ഇതിലിപ്പോൾ യൂസ് ചെയ്യുന്ന ചീസും ഓണിയൻസും ഒക്കെ നമുക്ക് ഇപ്പോൾ ചീസൊക്കെ കുറേ ഇട്ടാൽ ഇഷ്ടമുള്ള ആൾക്കാരുണ്ടാവില്ല. സോ അപ്പോൾ നമുക്ക് ചീസ് കുറേ കൂടി ഇടാം. ചീസും ഓണിയനും ടൊമാറ്റോ വെച്ചതിന് ശേഷം പച്ചമുളക് വെച്ചു നമ്മൾ. പിന്നെ പച്ചപ്പട്ടാണി ഫ്രഷ് പീസ് ഇല്ല അത് ചേർത്തു. എന്നിട്ട് നമ്മൾ പനീറും മേലെ ചേർത്തു. ഒപ്പം നമ്മൾ സ്വീറ്റ് കോണും
അഗെയിൻ നമുക്ക് മേലെ കുറച്ചും കൂടി ചീസ് വെക്കാം. ഇനിയിപ്പോൾ നിങ്ങൾക്ക് ഇങ്ങനെ ക്യാപ്സിക്കം ഒക്കെ അല്ലേ, അതൊക്കെ ഇഷ്ടമാണെങ്കിൽ നിങ്ങൾക്ക് അതും കൂടി നീളത്തിൽ കട്ട് ചെയ്ത് ചേർക്കാം. ചീസ് നിങ്ങൾക്ക് പിസ്സ ചീസ് ഉപയോഗിക്കാം, ഒപ്പം വേണമെങ്കിൽ മൊസറല്ല ചീസും കൂടെ ഉപയോഗിക്കാം. മൊസറല്ല ചീസ് മേലെ ഒരു ലെയർ, നമ്മൾ യൂസ് ചെയ്യുന്ന ചീസ് മേലെ ഒരു ലെയർ ഇട്ടിട്ട് അതിന് മേലെ നമ്മൾ ഒറിഗാനോ ചേർത്തിട്ട് അടയ്ക്കുക. അടച്ചൊരു 10 മിനിറ്റ്സിന് കുക്ക് ചെയ്യുക. കുക്ക് ചെയ്ത് കഴിഞ്ഞാൽ അടിയിൽ ആ നൂഡിൽസ് ഒരു ക്രസ്റ്റ് ലെയർ മാതിരി നന്നായിട്ട് എന്താ പറയുക, ഒരു നല്ലൊരു സോളിഡായിട്ട് ഒരു ബ്രെഡ് പോലെ താഴെ റെഡി ആയി കഴിഞ്ഞിട്ട് അതൊരു ക്രഞ്ചി ലെയർ ആയിട്ട് ഉണ്ടാവും. മേലെ നമുക്ക് നമ്മളുടെ ഇങ്ങനെ പിസ്സ അടിപൊളിയായിട്ട് റെഡി ആയിട്ടുണ്ടാവും. സോ നിങ്ങൾ എന്തായാലും ഇത് ട്രൈ ചെയ്ത് നോക്കുക. ഇറ്റ്സ് എ വെരി യമ്മി ഡിഷ്. താങ്ക് യു.